പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന ക്ലാസ് മുറിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മാത്സ് എങ്ങനെയാണ് വർഗത്തെ കാറ്റഗറി ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പഠിച്ചു. അതിൽ പ്രാകൃത കമ്മ്യൂണിസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാകൃത കാലഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള വർഗങ്ങളില്ല എന്നും പിന്നീട് അടിമഘട്ടത്തിലെത്തുമ്പോൾ വർഗങ്ങളുടെ ഉത്ഭവം അല്ലെങ്കിൽ അടിമ ഉടമ എന്ന് പറയുന്ന രണ്ട് വർഗങ്ങളുണ്ടായി. പിന്നീട് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ വർഗങ്ങൾ സമൂഹത്തിലുണ്ടായി. അവസാനം ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ മുതലാളിയും തൊഴിലാളിയും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് വർഗങ്ങളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്നലെ നൽകിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗം ക്യാപിറ്റലിസ്റ്റ്, പ്രീ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കും. അതായത് ഇന്നത്തെ വർഗങ്ങളെക്കുറിച്ച്, മുതലാളിയും തൊഴിലാളിയും അല്ലെങ്കിൽ ബൂർഷ്വാസിയും തൊഴിലാളിയും, അതോടൊപ്പം തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിലെയും അടിമ കാലഘട്ടത്തിലെയും ഒക്കെ ഭാഗങ്ങളാണ് പ്രീ ക്യാപിറ്റലിസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലും ആ ഭാഗമാണ് ഇന്നലെ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ക്ലാസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഭാഗവും അതോടൊപ്പം തന്നെ ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗവും നമുക്കിന്ന് ചർച്ച ചെയ്യാം. ആദ്യം ക്ലാസ് സ്ട്രക്ചർ എന്താണെന്നുള്ളത് പരിശോധിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ, മോഡേൺ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ പ്രധാനമായും രണ്ട് വർഗങ്ങളാണ് ഉള്ളത്: മുതലാളിയും തൊഴിലാളിയും. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിയിൽ ക്ലാസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ തിയറിറ്റിക്കൽ മോഡലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ക്ലാസ് സ്ട്രക്ചറിൻ്റെ തിയറിറ്റിക്കൽ മോഡൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ തിയറിറ്റിക്കൽ മോഡലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശമാണ്. ഉൽപാദന ഉടമകളും അതിൻ്റെ നിർമ്മാതാക്കളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. തിയറിറ്റിക്കൽ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ മോഡൽ എന്നതുകൊണ്ട് മാത്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? സമൂഹത്തിലെ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഉടമസ്ഥാവകാശം തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല. ഉടമസ്ഥാവകാശം തൊഴിലാളിക്ക് ലഭിക്കുന്നില്ല, പറിച്ച് അത് ആർക്കാണ് ലഭിക്കുന്നത്? മുതലാളിക്കാണ്, ബൂർഷ്വാസിക്കാണ്. നേരിട്ട് ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനെ എതിർക്കുകയാണ് ഉടമസ്ഥർ ചെയ്യുന്നത്. മാത്രമല്ല, നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് ബൂർഷ്വാസി സമൂഹം എതിർക്കുന്നു. അതോടൊപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ വിതരണം ഒരു വിഭാഗത്തിൻ്റെ മാത്രം, ബൂർഷ്വാസിയുടെ മാത്രം കുത്തകയായി മാറുകയാണ്. ഇവിടെ തൊഴിലാളിക്ക് എന്തില്ല? സാധനങ്ങൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം ഇല്ല, വിതരണം ചെയ്യാനും അവകാശം ഇല്ല. ഉൽപ്പാദകർക്ക് അഥവാ തൊഴിലാളിക്ക് അത് നേരിട്ട് വിതരണം നടത്തിയാലേ ഉപജീവന മാർഗം ലഭിക്കുള്ളൂ ശരിക്കും. അല്ലെങ്കിൽ ജീവിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള
വഴി കിട്ടുകയുള്ളൂ. എന്നാൽ അവർക്ക് അവർക്ക് മുതലാളിക്ക് വേണ്ടി അധ്വാനിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനോ അത് നേരിട്ട് നിർമ്മിക്കാനുള്ള അവകാശം ആർക്കില്ല? തൊഴിലാളിക്ക് ഇല്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഉൽപ്പന്നങ്ങളെല്ലാം ഉടമസ്ഥരുടെ കയ്യിലാണ്. ഉൽപ്പന്നങ്ങളെല്ലാം ഉടമസ്ഥരുടെ കയ്യിലാണ്. മാക്സ് പറയാണ്, ഉൽപ്പന്നങ്ങളെല്ലാം ആരുടെ കയ്യിലാണ്? ഉടമസ്ഥൻ്റെ കയ്യിലാണ്. അത് ഉൽപ്പാദിപ്പിച്ച വ്യക്തിക്ക്, അത് ഉൽപ്പാദിപ്പിച്ച ആരാണ്? തൊഴിലാളിയാണ്. അത് ഉൽപ്പാദിപ്പിച്ച വ്യക്തിക്ക് എന്തില്ല? അത് വിതരണം ചെയ്യാനുള്ള അവകാശമില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിച്ച ആൾ അല്ലെങ്കിൽ ഉൽപ്പാദകൻ, തൊഴിലാളി സാമൂഹിക രാഷ്ട്രീയ തൊഴിൽ സാഹചര്യങ്ങളാൽ എന്ത് ചെയ്യുന്നു? ഒന്നും നേടാതെ, സമൂഹത്തിലെ പല രൂപത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ തൊഴിൽ സാമൂഹിക കാരണങ്ങൾ കൊണ്ട് ഒന്നും നേടാതെ അവൻ ഒന്നുമല്ലാതെയായി പോകുന്നു. ഇതിൻ്റെ ലാഭമൊക്കെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദകന്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഇതിൻ്റെ ലാഭം കിട്ടേണ്ടത്? ആരാണോ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നത് അയാളുടെ കഴിവിനനുസരിച്ചാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ ലാഭം ലഭിക്കേണ്ടത്. എന്നാൽ ലാഭം മറ്റുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മുതലാളി വർഗവും ബൂർഷകളും മറ്റു ഭരണക്കാരുമൊക്കെ എന്ത് ചെയ്യുന്നു? അത് കൊണ്ടുപോവുകയാണെന്ന് കാൾ മാർക്സ് പറയുന്നു. എല്ലാ സമൂഹത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. കാൾ മാർക്സ് പറയാണ്, ഏതൊരു സമൂഹത്തിൽ നോക്കുകയാണെങ്കിലും അവിടെ ഉൽപ്പാദകന് യാതൊരുവിധ വിലയുമില്ല. അവന് പലപ്പോഴും അവൻ നിർമ്മിച്ചതാണെങ്കിൽ പോലും അവന് ഉടമസ്ഥാവകാശം നിഷേധിക്കുകയാണ് എല്ലാ സമൂഹത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാൾ മാർക്സ് പറയുന്നു, ക്ലാസിൻ്റെ സ്ട്രക്ചറിൻ്റെ സ്വഭാവം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ന് സമൂഹത്തിൽ ക്ലാസ് സ്ട്രക്ചർ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2 വർഗങ്ങളാണുള്ളത്. പ്രധാനമായിട്ട് ഇത് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. തൊഴിലാളി വർഗവും മറ്റൊന്ന് ബൂർഷ്വാസിയും. തൊഴിലാളി വർഗവും മറ്റൊന്ന് ബൂർഷ്വാസിയും എന്നാണ് അതിനെ പറയുന്നത്. കാൾ മാർക്സ് പറയുന്നത് സമൂഹത്തിൽ 2 രൂപത്തിലുള്ള ക്ലാസ്സുകളാണുള്ളത്. ഇതാണ് ക്ലാസ് സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട 2 സ്വഭാവമായിട്ട് അദ്ദേഹം പറയുന്നു. അതിനെ ഡൈക്കോട്ടോമിക് മോഡൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. ഡൈക്കോട്ടോമിക് മോഡൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഇത് പ്രകാരം തൊഴിലാളി വർഗം, മറ്റൊന്ന് ബൂർഷ്വാസി. ഈ ഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം അല്ലെങ്കിൽ എല്ലാം ലാഭം പ്രോഫിറ്റും എല്ലാം ആർക്ക് തന്നെയാണ്? മുതലാളിക്കാണ്. ഉൽപ്പാദകന് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇവിടെ ലഭിക്കുന്നില്ല. കാൾ മാർക്സ് ഡൈക്കോട്ടോമിക് മോഡൽ എന്ന ആശയം സമൂഹത്തിൻ്റെ ക്ലാസ് സ്ട്രക്ചറെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സോഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായൊരു രൂപം നൽകുന്നതിന് വേണ്ടി, സോഷ്യൽ ക്ലാസ്സിന് സാമ്പത്തികപരമായ രൂപം നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഡൈക്കോട്ടോമിക് എന്ന് പറയുന്ന ആ ആശയം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഗങ്ങൾ, തൊഴിലാളി വർഗം, ബൂർഷ്വാസി വർഗം അല്ലെങ്കിൽ മുതലാളി വർഗം. ഇതിൽ തൊഴിലാളി ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളാണ് പറയുന്നത്. വർഗരൂപീകരണം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയമാണ് വർഗരൂപീകരണം. സ്ട്രഗിള്, സമരങ്ങൾ, ചൂഷണങ്ങൾ, ദാരിദ്ര്യം, അന്യവൽക്കരണം, സാമൂഹിക മാറ്റം, സോഷ്യൽ ചേഞ്ച്. ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളുണ്ട്. അത് നമുക്ക് ഈ വർഷം പഠിക്കാനില്ല. ഒരു പക്ഷേ നിങ്ങൾ മറ്റൊരു പേപ്പറിൽ ഇതൊക്കെ പഠിച്ചു കാണും. വർഗരൂപീകരണവും സമരം, ചൂഷണം, ദാരിദ്ര്യം, അന്യവൽക്കരണം, സാമൂഹിക മാറ്റം.
ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർഗവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലാളിയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റും മുതലാളിയും അല്ലെങ്കിൽ ബൂർഷാസിയും ആണ് സമൂഹത്തിലുള്ളത് എങ്കിലും ലാൻഡ് ഓണേഴ്സിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഭൂമി മുതലാളിമാർ, ഈ മൂന്ന് വിഭാഗം തന്നെയാണ്. ലാൻഡ് ഓണേഴ്സ് ശരിക്കും എന്ത് തന്നെയാണ്, ക്യാപിറ്റലിസ്റ്റിൽ തന്നെയാണ്, അല്ലെങ്കിൽ മുതലാളിത്ത വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. പക്ഷേ അദ്ദേഹം പഠനം നടത്തിയിട്ടുള്ള കാലഘട്ടത്തിൽ, അദ്ദേഹം ഇംഗ്ലണ്ടിൽ ആയിരുന്ന കാലത്താണ് അദ്ദേഹം പഠനം നടത്തിയത്. ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ ഒന്ന് വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഫാക്ടറികളും മറ്റുമൊക്കെ. അപ്പോൾ അത്തരം വിഭാഗങ്ങളെയാണ് ബൂർഷ്വാസി എന്ന് പറയുന്നത്. അതേസമയം തന്നെ അവിടെ എന്തുണ്ടായിരുന്നു, ഭൂമി കൈക്കലാക്കിയിട്ടുള്ള വലിയ മറ്റു ബൂർഷകളും ഉണ്ടായിരുന്നു. അങ്ങനെ അത് മൂന്നും വേർതിരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. തൊഴിലാളികൾ എന്ന് പറയുന്നത് ഫാക്ടറിയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ അന്നത്തെ സാഹചര്യത്തിൽ. അതോടൊപ്പം തന്നെ അവിടുത്തെ വലിയ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ആളുകൾ ബൂർഷകൾ, ലാഭം കൊയ്യാൻ വേണ്ടി. മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഭൂമി കൈവശം വെച്ചിരുന്ന ആളുകൾ. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിരുന്നു അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് അദ്ദേഹം മോഡേൺ സൊസൈറ്റിയിലെ ക്ലാസ്സായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. മോഡേൺ സൊസൈറ്റിയിലെ 3 ക്ലാസ്സായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് ഈ 3 വിഭാഗങ്ങളെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു ചെറിയൊരു ടോപ്പിക് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉണ്ട്. കാൾ മാർക്സ് ഇതിനെ അവതരിപ്പിക്കുന്നു. ഐഡിയോളജിക്കൽ ക്ലാസുകളുടെ വർഗീകരണത്തെക്കുറിച്ച് കാൾ മാർക്സ് പറയുന്നുണ്ട്. മാർക്സ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഐഡിയോളജിക്കൽ ക്ലാസസ്. ദ ഐഡിയോളജിക്കൽ ക്ലാസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം other ക്ലാസസ്. ഇത് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റു ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? നേരത്തെ പറഞ്ഞ മുതലാളിയിൽ നിന്നും തൊഴിലാളിയിൽ നിന്നും അതുപോലെ തന്നെ ഈ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുള്ള വിഭാഗത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലാസ്സാണ്. ഇത് ഭരണവർഗത്തെയും ബുദ്ധിജീവികളെയും അടിസ്ഥാനമാക്കിയാണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നത് ബുദ്ധിജീവികൾ, അതുപോലെ തന്നെ എന്താ പറയുക, ഭരണവർഗം, ഇവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സിനെയാണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഡോക്ടർമാർ, അഭിഭാഷകന്മാർ, ലോയേഴ്സ്, ജേർണലിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, പ്രൊഫസർമാർ, റൈറ്റേഴ്സ്, എഴുതുന്ന ആൾക്കാർ, എഴുത്തുകാർ, അതുപോലെ തന്നെ പ്രീസ്റ്റ്, പുരോഹിതന്മാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഡോക്ടർമാർ, അഭിഭാഷകന്മാർ, പത്രപ്രവർത്തകർ, പ്രൊഫസർമാർ, ഇങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളെ ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്നു. ഇവർ ബൂർഷ്വാസിയുടെ പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഇവരെ ബൂർഷ്വാസികളായിട്ട് തന്നെയാണ്, ബൂർഷ്വാസി വിഭാഗത്തിലെ അവരെ സഹായിക്കുകയും അവരുമായിട്ട് അടുപ്പമുള്ളവരുമായിട്ട് ഇവരെ കണക്കാക്കുന്നു, ഇതിൽ ഭൂരിഭാഗം ആളുകളെയും. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ക്ലാസ് കൂടിയുണ്ട്, ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടി സമൂഹത്തിലുണ്ട്. അതെന്താണെന്നുള്ള മനസ്സിലായല്ലോ. ഇത് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റു ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ മുതലാളി, തൊഴിലാളി വർഗം, അങ്ങനെയുള്ള വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വർഗമാണ് സമൂഹത്തിൽ കാണുന്ന. ഇത് ബുദ്ധിജീവി വർഗമെന്നോ അല്ലെങ്കിൽ ഭരണവർഗത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഐഡിയോളജിക്കൽ ക്ലാസ് എന്ന ആശയം മുൻപോട്ട് വെച്ചത്. ഡോക്ടർമാർ, അഭിഭാഷകരൊക്കെ, പത്രപ്രവർത്തകരൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.